ഏവർക്കും നമസ്കാരം. രാമായണ മാസത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ട്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവതി ആരാണ്? ഏറ്റവും കൂടുതൽ ഭാഗ്യഹീന ആരാണ്? 3 പേരുള്ളപ്പോൾ സ്വാഭാവികമായും സംശയം കലശലാകും. ദശരഥ മഹാരാജാവിൻ്റെ ജീവിതത്തിലേക്ക് ധർമ്മപത്നിയായി ആദ്യം കടന്നു വന്നത് കൗസല്യദേവിയാണ്. കൗസല്യാദേവി കടന്നു വന്ന കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ദശരഥൻ തൻ്റെ ജീവിതത്തിലേക്ക് കൈകേയി അമ്മയെ എത്തിച്ചു. പിന്നീട് ദശരഥൻ്റെ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി സുമിത്രാദേവി എത്തി. ഈ 3 ഭാര്യമാരാൽ അനുഗ്രഹീതനായിരുന്നു ദശരഥൻ. ദശരഥൻ എന്ന് പറയുമ്പോൾ തന്നെ 10 മനുഷ്യരുടെ തലയിൽ ഉണ്ടാകുന്ന ചിന്താശേഷി ഒരൊറ്റ തലയിൽ പ്രകടമാകുന്ന വ്യക്തി, 10 വ്യക്തികൾ ചിന്തിക്കുന്ന ചിന്തകൾ ഒരേ മനുഷ്യനിൽ പ്രകടമാകുന്ന വ്യക്തിത്വം, 10 പേര് ചെയ്യുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ള വ്യക്തി, ഇങ്ങനെ അനേകം കാരണങ്ങൾ നമ്മുടെ സാധാരണ തലത്തിൽ പറയുകയാണെങ്കിൽ പറയാം. എന്തായാലും സാധാരണയുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ സംയമനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 3 ഭാര്യമാരെ യാതൊരുവിധ അലോരസവും ഇല്ലാതെ അദ്ദേഹത്തിന് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഏതായാലും ഈ 3 ഭാര്യമാരിൽ ആരാണ് ഭാഗ്യവതി? ദശരഥ മഹാരാജാവിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്നത് കൗസല്യദേവിയാണ്. ഈ അമ്മയാണെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് എന്ന രീതിയിലായിരുന്നു. പിന്നീട് സന്തതിയെ ലഭിച്ചപ്പോൾ സന്തതി എന്ന ചിന്തയിൽ മാത്രം കുടുംബകാര്യങ്ങൾ മാത്രം നോക്കി കഴിഞ്ഞു വന്നു. രണ്ടാമതെത്തിയ കേകയ രാജകുമാരി കൗസല്യാമ്മയുടെ കൂട്ടായിരുന്നില്ല. കൗസല്യാമ്മ അന്തഃപുരത്തിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയപ്പോൾ കൈകേയി സർവ്വതാ രാജാവിനോടൊപ്പം സഞ്ചരിച്ചു. തൻ്റെ പതി എവിടെ പോകുന്നു? രാജ്യസഭയിൽ പോയാൽ രാജ്യസഭയിൽ പോകും, പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ രാജാവിനോടൊപ്പം ഉണ്ടാകും, യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും കൈകേയി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. ചുരുക്കത്തിൽ രാജാവിനെ നിഴല് പോലെ പിന്തുടരുന്നവളായിരുന്നു കൈകേയി. അതുകൊണ്ട് തന്നെ രാജാവ് തൻ്റെ 3 ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് രമിക്കുവാനും കഴിയുവാനും താല്പര്യപ്പെട്ടത് കൈകേയി അമ്മയോടൊപ്പമായിരുന്നു. കൗസല്യാദേവിയും കൈകേയിയും സുമിത്രാദേവിയും ദശരഥന്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും സന്തതി പ്രാപ്തി ഉണ്ടായില്ല. തുടർന്ന് അവർ എന്ത് ചെയ്തു? ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം, കൊട്ടാര വൈദ്യന്മാരുടെയും ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം പുണ്യം നേടുന്നതിന് വേണ്ടി, ഈശ്വര കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടി, ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു യാഗം നടത്തി. ആ യാഗം നടത്താൻ കണ്ടെത്തിയത് പ്രഗത്ഭന്മാരിൽ അതിപ്രഗത്ഭനും മന്ത്രസിദ്ധിയുടെ മൂർത്തിമത് ഭാവവും തികഞ്ഞ ബ്രഹ്മചര്യത്തോട് കഴിഞ്ഞിരുന്നവനുമായ ഋഷ്യശൃംഗൻ എന്ന മഹർഷിയെ കണ്ടെത്തുകയും അദ്ദേഹത്തിനെ കൊണ്ട് യാഗം നടത്തുകയും ചെയ്തു. യാഗം മംഗളകരമായി പൂർത്തീകരിച്ചതിനാൽ തൻ്റെ പുത്രിയായ ശാന്തയെ രാജാവ് സന്തോഷത്തോടുകൂടി ഋഷ്യശൃംഗന് വധുവായി നൽകുകയും ചെയ്തു. ഋഷ്യശൃംഗന്റെ യാഗത്തിൻ്റെ പരിണിതഫലമായി യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന പ്രസാദം പുരോഹിതനിൽ നിന്ന് ഏറ്റുവാങ്ങി ദശരഥൻ അതിനെ 2 പകുത്തു. 2 പകുത്തതിൽ അർദ്ധഭാഗം തൻ്റെ ആദ്യ ഭാര്യയായ കൗസല്യാദേവിക്ക് നൽകി. ബാക്കിയുള്ള ഭാഗം കൈകേയിക്കും നൽകി. 3 ഭാര്യമാരും ആ വേദിയിൽ ഉണ്ടായിരുന്നു. 3 പേരും നിൽക്കുമ്പോൾ താൻ 3 പേരുടെയും പതിയായിരുന്ന വ്യക്തിയാണ് എന്ന് ബോധമുണ്ടായിട്ടും ദശരഥൻ എന്തുകൊണ്ട് സുമിത്രയ്ക്ക് ആ പായസം കൊടുക്കുവാൻ ശ്രമിച്ചില്ല? താൻ പുരോഹിതന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പായസം രാജാവിന് വേണമെങ്കിൽ 3 പകുത്ത് കൃത്യമായി 3 പേർക്കും കൊടുക്കാമായിരുന്നു. പക്ഷെ രാജാവ് അതല്ല ചെയ്തത്. സുമിത്രയൊന്ന് നോക്കി പോലും ഇല്ലത്രേ. അപ്പോൾ ഭാഗ്യഹീന ആരാണ്? സുമിത്രയാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം എന്ന് ധരിക്കുന്നുവെങ്കിൽ വരട്ടെ. ആദ്യം കിട്ടിയ കൗസല്യയാണ് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറയാനും വരട്ടെ. ഏതായാലും തൻ്റെ കയ്യിൽ കിട്ടിയ ആ ദിവ്യമായ പ്രസാദത്തിൻ്റെ ഒരു ഭാഗം നിഷ്കളങ്കമായ മനസ്സോടും പ്രതിഷേധമൊന്നും അറിയിക്കാതെയും ഇത് തൻ്റെ വിധിയാണ് എന്ന് ചിന്തിച്ച് പരാതിയും പരിഭവവും ഒന്നും പറയാതെ ശാന്തമനസ്കായി നിൽക്കുന്ന ആ സുമിത്രയെ ദർശിച്ച കൗസല്യ ഒട്ടും മടിച്ചില്ല. ദശരഥൻ തനിക്ക് തന്ന ആ ദിവ്യപ്രസാദത്തിൻ്റെ പകുതി എടുത്ത് സുമിത്രയ്ക്ക് കൊടുത്തു. സന്തോഷത്തോടാണ് കൊടുത്തത്. നമ്മൾ ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ 3 രീതിയിൽ കൊടുക്കാം. പരിപൂർണമായ മനസ്സോട് കൊടുക്കാം, അതിന് ഫലം വളരെ വലുതാണ്. അർദ്ധ മനസ്സോട് കൊടുക്കാം, എങ്ങനാ കൊടുക്കാതിരിക്കുക എന്ന് വിചാരിച്ചു കൊടുക്കാം.
ഗതികേട് കൊണ്ട് കൊടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന തലം വരുമ്പോൾ ഇത് മൂന്ന് രീതിയിലായിരിക്കും നമ്മളിൽ നിന്ന് ആ വിഭവം വാങ്ങുന്ന വ്യക്തിയിൽ പ്രകടമാകുന്നത്. നമ്മൾ പരിപൂർണ്ണ സന്തോഷത്തോടു കൂടി ഒരാൾക്ക് ഒരു വിഭവം കൊടുത്താൽ, ഒരാൾ നമ്മൾക്ക് പരിപൂർണ്ണ സന്തോഷത്തോടു കൂടി ഒരു വിഭവം തന്നാൽ അത് നമ്മൾക്ക് വർത്തായിരിക്കും, ശാശ്വതമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. മറ്റൊരുത്തൻ സങ്കടത്തോടു കൂടിയാണ് തരുന്നതെങ്കിൽ, അർദ്ധ മനസ്സോടു കൂടിയാണ് തരുന്നതെങ്കിൽ അത് നമുക്ക് ഗുണം വരുത്തി വെക്കില്ല, പിന്നീട് സങ്കടത്തിന് കാരണമാകും. ഇവിടെ പരിപൂർണമായ സന്തോഷത്തോടു കൂടിയാണ് കൗസല്യാദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തത്. കൗസല്യാദേവി തനിക്ക് കിട്ടിയ പ്രസാദത്തിൻ്റെ പകുതി സുമിത്രാമ്മയ്ക്ക് കൊടുത്തപ്പം കണ്ടോണ്ട് നിന്ന ജനങ്ങളേവരും കൈകേകി അമ്മയെ ഒന്ന് നോക്കി, ഈ അമ്മ ഇനി എന്താ ചെയ്യുന്നതെന്ന്. അമ്മയും മടിച്ചില്ല, ആരും പറയേണ്ടി വന്നില്ല, നിർദ്ദേശവും കൊടുക്കേണ്ടി വന്നില്ല. എപ്രകാരമാണോ കൗസല്യ ചെയ്തത് അപ്രകാരം തന്നെ കൈകേകിയും ചെയ്തു. രാജാവ് തനിക്ക് തന്ന പ്രസാദത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. സുമിത്രയ്ക്ക് സന്തോഷമായി. ഇപ്പൊ ശരിക്കും ലോട്ടറി അടിച്ചത് ആർക്കാണ്? സുമിത്രയ്ക്കാണ്. അല്പം മുമ്പ് വരെ രാജാവ് തനിക്ക് കിട്ടിയ പ്രസാദം 2 ഭാര്യമാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ നമ്മളെവർ ധരിച്ചു ഏറ്റവും വലിയ ഭാഗ്യഹീനയാണ് സുമിത്ര എന്ന്. എന്നാൽ നൊടിയിടയിൽ മാറുകയാണ് സംഭവം. ഇതാണ് ഈശ്വരന്റെ നിശ്ചയം, കാലത്തിൻ്റെ നിയതി എന്ന് പറയുന്നത്. ക്ഷമയോടും സഹനത്തോടും ശാന്തിയോടും കൂടി ഇത് ഈശ്വര നിശ്ചയമാണ്, അല്ലെങ്കിൽ ആ സർവേശ്വരൻ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ശാന്തമാനസികമായി നിന്നതിൻ്റെ പരിണിത ഫലമാണ് കൗസല്യാമ്മയ്ക്ക് ഒരു പുത്രൻ ജനിച്ചപ്പോഴും കൈകേകി അമ്മയ്ക്ക് ഒരു പുത്രൻ ജനിച്ചപ്പോഴും നമ്മുടെ സുമിത്രാമ്മയ്ക്ക് 2 സന്തതികൾ ജനിച്ചു. ശ്രീരാമചന്ദ്രൻ തന്നെ രാവണനെ വധിച്ചു തിരികെ അയോധ്യയിലേക്ക് എത്തിയ ശേഷം പറയുന്നുണ്ട്, ഭരതനെന്നും ലക്ഷ്മണനെന്നും പേരുള്ള 2 സഹോദരന്മാർ എനിക്കില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഒരിക്കലും രാവണനെ വധിക്കുവാൻ കഴിയുകയില്ല, ലക്ഷ്യത്തെ നേടുവാൻ കഴിയുകയില്ല, സീതാദേവിയെ വീണ്ടെടുക്കുവാനേ കഴിയുകയില്ല, എൻ്റെ അവതാര ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ കഥയിലെ നായകനായ ശ്രീരാമചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്നത് പിന്നിൽ സർവ്വവിധമായ പിന്തുണയും കൊടുത്തുകൊണ്ട് ലക്ഷ്മണനും ശത്രുഘ്നനും ഭരതനും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഉത്തമന്മാരായ 2 പുത്രന്മാരെയാണ് അല്പം കാത്തിരുന്നതിലൂടെ സുമിത്രാമ്മയ്ക്ക് ലഭിച്ചത്. പിന്നെയോ കൗസല്യ അമ്മയുടെ ഉദരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ നാരായണൻ തൻ്റെ ശംഖചക്ര ഗദാധാരിയായ ദിവ്യമായ രൂപത്തെ അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഭഗവാൻ, എൻ്റെ ഈ വശ്യമനോഹരമായ രൂപം ദർശിച്ചാൽ സർവ്വവിധമായ സങ്കടങ്ങളും മാറും, അതിനുമപ്പുറം പരിപൂർണമായ മുക്തിയും മോക്ഷത്തെയും കരഗതമാക്കും. എൻ്റെ ഈ ദിവ്യമായ രൂപം ഒരു മാത്രം ഒന്ന് കാണുന്നതിന് വേണ്ടി അനേകായിരം വർഷങ്ങളായി കൊടുന്തപം ചെയ്യുന്നു ഋഷിപ്രവരന്മാർ. അവർക്ക് പോലും അലഭ്യമായ ദുസ്സഹമായ ആ മഹത് ഭാഗ്യം അമ്മയ്ക്ക് ഞാനിതാ പ്രദാനം ചെയ്യുന്നു. ഞാൻ എന്താണ് അമ്മയ്ക്ക് നൽകേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. ഒരുപക്ഷെ ഭഗവാൻ വിചാരിച്ചത് അമ്മ ശാശ്വതമായ മുക്തിയും ഭഗവത് പ്രാപ്തിയും ചോദിക്കുമെന്നായിരുന്നു. എന്നാൽ നമ്മെപ്പോലെ സാധാരണക്കാരിയായ ഒരമ്മയുടെ തലത്തിലായിരുന്നു കൗസല്യാമ്മയുടെ തലം. ആ അമ്മ ഭഗവാനോട് ചോദിച്ചത്, അങ്ങേ എനിക്ക് പുത്രഭാവത്തിൽ പ്രത്യക്ഷനാകണം, പുത്രഭാവത്തിൽ അങ്ങേ എനിക്ക് പരിപാലിക്കണം എന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, ഏതൊന്നാണോ ഭക്തൻ എന്നോട് ചോദിക്കുന്നത് അത് ഞാൻ തരും, അമ്മയുടെ ആഗ്രഹം അപ്രകാരമാണ്, അപ്രകാരം നടക്കട്ടെ എന്ന്. പക്ഷേ ഭഗവാൻ പുത്രനായി ജനിച്ചതുകൊണ്ട് പരിപൂർണമായ സന്തോഷമല്ല കൗസല്യാമ്മയ്ക്ക് ലഭിച്ചത്. പിന്നീട് ധാരാളം സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം കൗസല്യാമ്മ വരുംവരായികളെ പറ്റി ചിന്തിച്ചിരുന്നില്ല. ഭഗവാനെ തനിക്ക് പുത്രനായി മാത്രം കാണണമെന്ന് ചിന്തിച്ചു. ഭഗവാനെ നിരന്തരം ഒരു കൊച്ചു ബാലനായി കണ്ടു. പക്ഷേ കാലം മാറും, ബാലൻ മാറി കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്കും, പിന്നീട് ഗൃഹസ്ഥാശ്രമത്തിലേക്കുമൊക്കെ എത്തുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇന്നത്തെ അമ്മമാരും ധരിക്കുന്നില്ല, പഴയ അമ്മമാരും ധരിക്കുന്നില്ല. അവർക്ക് സന്തതികൾ എപ്പോഴും ബാലരൂപത്തിലാണ്, ശൈശവ രൂപത്തിലാണ്. ഇന്നും ലോകത്തിന്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണ് ഇത്. ഏതായാലും ആ അമ്മ
ഭാഗ്യവതിയായിരുന്നു. കാരണം ഭഗവാനെ പുത്രനായി ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിന് കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പൂർവജന്മാർജിതമായ സുഹൃതം, നിരന്തരമുള്ള പ്രാർത്ഥന, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പുത്രനായി ജനിച്ചത്, അതിനുള്ള ഭാഗ്യം അമ്മയ്ക്ക് ലഭിച്ചത് എന്ന്. ഇനിയോ രാജാവിന് ഏറ്റവും പ്രിയങ്കരി കൈകേയിയാണെന്നും കൈകേയിയിടത്തെയും കർമ്മകുശലതയും വാക്ചാതുര്യവും പ്രവർത്തന മികവും മറ്റ് 2 ധർമ്മപത്നിമാർക്കില്ല എന്നുള്ള വിശ്വാസം പൊതുജനങ്ങൾക്ക് വന്നു. അതുകൊണ്ട് അവർ വളരെ ആദരവോടുകൂടി കൈകേയി അമ്മയെ കണ്ടു. എന്നാൽ ആദരവോടുകൂടി അവർ കണ്ട കൈകേയി അമ്മ തന്നെ പിന്നീട് അവരുടെ മുമ്പിലെ ഏറ്റവും വലിയ ആസുരീയതയുടെ മൂർത്തിമത് ഭാവമായി. അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയായി. അവരുടെ ഹൃദയത്തിൽ ഈശ്വരതുല്യം അവർ ആരാധിച്ച ദശരഥന്റെ മരണത്തിന് കാരണഭൂതിയായി മാറി കൈകേയി തന്നെ. അപ്പൊ കൈകേയിയാണോ ഭാഗ്യവതി, ഭാഗ്യഹീന? ഇന്നലെ വരെ തന്നെ ആരാധിച്ചവർ അറപ്പോടും വെറുപ്പോടും തന്നെ കാണുന്ന സങ്കടകരമായ കാഴ്ച കാണുക വളരെ വേദനാജനകമാണ്. അപ്പോൾ ഭാഗ്യവതി എന്തായാലും കൈകേയി അല്ല. പിന്നെ ആരാണ്? കൗസല്യാമ്മയാണോ? പൂർണ്ണമായ ഭാഗ്യം അമ്മയ്ക്ക് ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ 3ാം സ്ഥാനക്കാരിയാണെങ്കിലും ക്ഷമയോടും സഹനത്തോടും വിനയത്തോടും തൻ്റെ ധർമ്മവും കർമ്മവും ഭഗവത് പാദങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് സ്വന്തം പുത്രനോട് പോലും ഐശ്വര്യകരമായ രീതിയിൽ രാമചന്ദ്രന്റെ തൃപ്പാദങ്ങളെ പിന്തുടരാൻ പറയുകയും രാമചന്ദ്രനെയും സീതാദേവിയെയും അച്ഛനും അമ്മയ്ക്കും തുല്യം കാണണമെന്ന് ഉപദേശിച്ച് യാതൊരു മടിയും കൂടാതെ നെറുകയിൽ കൈവച്ച് വനത്തിലേക്ക് യാത്രയയക്കുമ്പോൾ മറുഭാഗത്ത് തൻ്റെ മകൻ വനത്തിലേക്ക് പോകുന്ന വേദന ഓർത്തോർത്ത് പരിഭവിച്ച് പരാതിയും പരിഭവവും പറയുന്നു കൗസല്യാദേവി. തൻ്റെ പതിയെപ്പറ്റി പോലും അന്നേരം അമ്മ അല്ലറ ചില്ലറ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനും മുതിരുന്നില്ല സുമിത്രാദേവി. ചുരുക്കത്തിൽ 3 പേരെ പറ്റിയും ഏകദേശം ഒരു വിവരം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ തീരുമാനിക്കുക, ആരാണ് ഭാഗ്യവതി, ആരാണ് നിർഭാഗ്യവതി. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം.